തിരിവെച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. തെക്കിൻ്റെ കാശ്മീർ മൂന്നാറിലേക്കുള്ള ഒരു എത്തിനോട്ടം. മൂന്നാർ എന്നാൽ 3 ആറുകൾ അഥവാ 3 പുഴകൾ. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള എന്നീ 3 പുഴകളുടെ സംഗമ സ്ഥലമായതിനാലാണ് മൂന്നാർ എന്ന പേര് വന്നത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയില കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത സ്ഥലമാണ് മൂന്നാർ. ആദ്യകാലത്ത് തമിഴരും ചുരുക്കം ചില മലയാളികളും മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. സായിപ്പന്മാരെ വളരെയധികം ആകർഷിച്ച ഒരു സ്ഥലമാണ് മൂന്നാർ. 2000-ലാണ് കേരള സർക്കാർ മൂന്നാറിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി പ്രഖ്യാപിക്കുന്നത്. 1790-ലാണ് ബ്രിട്ടീഷുകാർ ആദ്യമായി കണ്ണൻദേവൻ കുന്നുകളിൽ വന്നത്. അന്നത്തെ സായിപ്പിൻ്റെ വരവ് ടിപ്പുവിൻ്റെ പടയോട്ടത്തെ ചെറുക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നുവെങ്കിലും അത് വേണ്ടി വന്നില്ല. 1888-ലാണ് കണ്ണൻദേവൻ പ്ലാന്റേഷൻസിൻ്റെ പിറവി. അപ്പോഴേക്കും പാർവതി മലയിലെ 50 ഏക്കർ സ്ഥലത്ത് തേയില കൃഷി ആരംഭിച്ചിരുന്നു. മൂന്നാർ മലകൾ തേയില കൃഷിക്ക് അനുയോജ്യമാണെന്ന് കണ്ടെത്തിയതോടെ മൂന്നാറിൻ്റെ കുതിപ്പിന് തുടക്കമായി. 1915-ൽ ധാരാളം തേയില എസ്റ്റേറ്റുകൾ മൂന്നാറിൽ ആരംഭിച്ചു കഴിഞ്ഞു. 1902-ൽ മൂന്നാറിനെ ടോപ്പ് സ്റ്റേഷനുമായി ബന്ധിപ്പിച്ച് മോണോ റെയിൽ സ്ഥാപിച്ചു. ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് റോപ്പ് വേയിലൂടെ കോട്ടക്കുടിയിലും അവിടെ നിന്ന് തൂത്തുക്കുടി തുറമുഖത്തും എത്തിച്ചായിരുന്നു തേയില ബ്രിട്ടനിലേക്ക് കയറ്റിയിരുന്നത്. വിവിധ എസ്റ്റേറ്റുകളിൽ നിന്നും കാളവണ്ടികൾ മാർഗമായിരുന്നു തേയില മൂന്നാറിൽ എത്തിച്ചിരുന്നത്. ഇതിനുവേണ്ടി 500 കാളകളെ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്തു. ഒപ്പം ഇംഗ്ലണ്ടിൽ നിന്ന് വെറ്റിനറി സർജനും 2 സഹായികളും കൂടി എത്തി. കുണ്ടളയിലായിരുന്നു ഈ കാലികൾക്കായി ഷെഡ് ഒരുക്കിയത്. പിന്നീട് കുണ്ടളയിൽ സാൻഡോസ് കോളനി ആരംഭിക്കാൻ കാരണമായതും ഈ സംഭവമാണ്. മാട്ടുപ്പെട്ടിയിൽ ഇൻഡോസ്വീറ്റ്സ് പ്രൊജക്ട് സ്ഥാപിക്കുകയും ഇവിടം കേരളത്തിലെ കന്നുകാലി വർഗോദ്ധാരണത്തിൻ്റെ തുടക്കമിട്ട സ്ഥലമാവുകയും ചെയ്തു. മാടുകളുടെ ഗ്രാമം എന്നർത്ഥം വരുന്ന മാട്ടുപ്പെട്ടിയിൽ വികസിപ്പിച്ചെടുത്ത സുനന്ദിനി എന്ന സങ്കര ഇനം ബീജമാണ് കേരളത്തിൽ ധവള വിപ്ലവത്തിന് വഴിയൊരുക്കിയത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1600 മുതൽ 1800 മീറ്റർ ഉയരത്തിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. സാധാരണ നിലയിൽ 9 ഡിഗ്രി സെൽഷ്യസിനും 26 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് ഇവിടുത്തെ താപനില. ഓഗസ്റ്റ് മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലാണ് വിനോദസഞ്ചാരികൾ കൂടുതലായും എത്തുന്നത്. ഇരവികുളം നാഷണൽ പാർക്ക് മൂന്നാറിൽ നിന്നും 17 കിലോമീറ്റർ അകലം മാത്രമാണുള്ളത്. അതിനാൽ മൂന്നാറിൽ എത്തിച്ചേരുന്ന സഞ്ചാരികൾ ഇരവികുളം നാഷണൽ പാർക്കും ഇവിടുത്തെ നീലഗിരി താർ അഥവാ വരയാടുകളെയും സന്ദർശിക്കാതെ പോവാറില്ല. നിർഭാഗ്യവശാൽ ഞങ്ങൾ 2 പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും ഇരവികുളം നാഷണൽ പാർക്ക് അടച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ ഇരവികുളം നാഷണൽ പാർക്ക് നിങ്ങളുടെ ടൂർ പാക്കേജിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇവിടുത്തെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 04865231587. നമ്പർ ഒരിക്കൽ കൂടി 04865231587. നീലഗിരി താർ മാത്രമല്ല, വംശനാശം നേരിടുന്ന സിംഹവാലൻ കുരങ്ങ് ഉൾപ്പെടെ വിവിധ ഇനം കുരങ്ങുകൾ, മാൻ, കാട്ടുപോത്ത് തുടങ്ങിയ ജീവികളും ഇവിടെയുണ്ട്. ഇവിടെ എത്തുന്ന സന്ദർശകരിൽ അധിക ഭാഗവും വരയാടുകളെ കാണാൻ എത്തുന്നവരാണ്. കാന്തല്ലൂർ മറയൂർ റോഡിലാണ് ആനക്കോട്ടപ്പാറ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഒരുപക്ഷെ മറയൂർ ചന്ദനം പോലെ തന്നെ പ്രശസ്തമാണ് മറയൂരിലെ മുനിയറകൾ. ആനക്കോട്ടപ്പാറയിലാണ് ഏറ്റവും അധികം മുനിയറകൾ കണ്ടുവരുന്നത്. എന്നാൽ മഹാശിലായുഗ സംസ്കാരത്തിൻ്റെ ബാക്കിപത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുനിയറകൾ ഇന്ന് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേശീയ സ്മാരകങ്ങളായി സംരക്ഷിക്കാൻ കേരള ഹൈക്കോടതി 22 വർഷം മുമ്പ് വിധി പുറപ്പെടുവിച്ച ചരിത്ര സ്മാരകങ്ങളാണ് മുനിയറകൾ. പുരാതന ശിലായുഗത്തിലെ അവസാന ഘട്ടമായ മഹാശിലായുഗത്തിലെ അഥവാ മെഗാലിത്തിക് ഏജിലെ ആളുകളെ മറവു ചെയ്ത കല്ലറകളാണ് ഇവയെന്നും പുരാവസ്തു ശാസ്ത്രജ്ഞർ പറയുന്നു. ഇരുമ്പ് കണ്ടുപിടിച്ചവരുടെ ബാക്കി പത്രം. AD 200-നും BC 1000-നും ഇടയിൽ മറവു ചെയ്ത ശവക്കല്ലറകളാണെന്നും അതല്ല മുനിമാർ തപസ്സു ചെയ്തിരുന്നിടമാണെന്നും പറയപ്പെടുന്നു.
ഒരാൾക്ക് നിൽക്കുകയും കിടക്കുകയും ചെയ്യാവുന്ന ഉയരവും നീളവും ഓരോ മുനിയറക്കുമുണ്ട്. കേരളത്തിന് ഒരു ശിലായുഗ ചരിത്രം അവകാശപ്പെടാനില്ലെന്ന് ഒരു നൂറ്റാണ്ട് മുൻപ് വാദിച്ച പണ്ഡിതനാണ് റോബർട്ട് ബ്യൂസ്വുഡ്. അത്തരം നിഗമനങ്ങൾ തിരുത്തി എഴുതിയതിൽ മറയൂരിലെ ശിലായുഗ സ്മാരകങ്ങൾക്ക് പ്രധാന പങ്കുണ്ട്. 1974 മറയൂർ മുനിയറകളെക്കുറിച്ചും അവിടുത്തെ പ്രാചീന ഗുഹാചിത്രങ്ങളെക്കുറിച്ചും ശാസ്ത്രീയ പഠനം നടക്കുന്നത്. പിൽക്കാലത്ത് സംസ്ഥാന സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റായി വിരമിച്ച ഡോക്ടർ എസ് പത്മനാഭൻ തമ്പിയായിരുന്നു അതിനു പിന്നിൽ. ആ പഠനം കേരള ചരിത്രത്തെ 1500 വർഷം പിന്നോട്ട് കൊണ്ടുപോയതായി ഒരിക്കൽ അദ്ദേഹം പറയുകയുണ്ടായി. മൂന്നാറും മറയൂരും മുനിയറയും ഒരു വിസ്മയമായി തോന്നുമ്പോഴും മുനിയറയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമ്മെ 5000-ലധികം വർഷം പിന്നിലേക്ക് നടത്തിച്ചേക്കാം. മുനിയുടെ അറയല്ല കല്ലറയാണെന്ന് ഒരു കൂട്ടർ വാദിക്കുമ്പോൾ ഇവിടുത്തെ ചില ആദിവാസികൾക്ക് പറയാനുള്ളത് മറ്റൊരു കഥയാണ്. അവർ അപ്പനപ്പൂപ്പന്മാരുടെ കാലത്ത് കണ്ണകിക്കൊപ്പം കുടിയേറി പാർത്തവരാണെന്നും മുനിയറയും കല്ലറയുമല്ല ഇത് സ്വയരക്ഷ നേടാൻ ഉണ്ടാക്കിയ അറകൾ ആണെന്നുമാണ് ഇവരുടെ വാദം. പിന്നീട് അസ്ഥികൂടങ്ങൾ ലഭിച്ചത് പണ്ട് വസൂരിയാണ് ഏറ്റവും വലിയ വിപത്ത്. അത് വന്നാൽ വെള്ളവും ഭക്ഷണവുമായി അസുഖബാധിതനെ ഇതിനുള്ളിൽ ആക്കുകയും അങ്ങനെ മരണപ്പെടുന്നവരുടെ അസ്ഥികളാണ് കണ്ടെത്തിയതെന്നുമാണ്. ഇത് ഏതാണ്ട് ശരിവെക്കുകയാണ് ചില സർവേകൾ. മറഞ്ഞിരിക്കുന്ന ഊരായതിനാലാണ് മറയൂർ എന്ന പേര് ഈ സ്ഥലത്തിന് വരാൻ കാരണമായും പറയപ്പെടുന്നു. മൂന്നാറിൽ വന്നാൽ കോടമഞ്ഞും കുന്നിൻ ചെരുവുകളും അതിൽ നിറഞ്ഞ തേയിലത്തോട്ടവും നീലക്കുറിഞ്ഞിയും പാറക്കെട്ടുകളും വെള്ളച്ചാട്ടവും കുരങ്ങിൻ കൂട്ടവും വഴിയരികിൽ അയവിറക്കുന്ന കന്നുകാലികളും ഇടയ്ക്കെവിടെയെങ്കിലും മറഞ്ഞിരിക്കുന്ന ഭീമാകാരൻ കാട്ടുപോത്തും കുതിരസവാരിയും ഇരവികുളം നാഷണൽ പാർക്കിലെ വരയാടുകളും കാണാതെ മടങ്ങാൻ വയ്യ. മൂന്നാറിൽ കോടയിറങ്ങുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ നാളത്തെ വാഗമൺ യാത്രയുടെ ആനന്ദം പെയ്തിറങ്ങുകയായിരുന്നു. എന്നാൽ നാടാകെ ഉലച്ച പ്രളയബാക്കിയാണ് ഞങ്ങളെ പിറ്റേന്ന് വരവേറ്റത്. പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു ജില്ലയാണ് ഇടുക്കി. ഇടുക്കി അണക്കെട്ടിലെ വെള്ളം 2401 അടിയും പിന്നിട്ടതോടെ ഇടുക്കി ജില്ലയുടെ പ്രളയക്കെടുതിക്ക് ആക്കം കൂട്ടി. ചെറുതോണിപ്പാലം. ഈ പാലത്തിന് കുറുകെയാണ് 2018 പ്രളയത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ പനി വന്ന് വിറച്ച് കുഞ്ഞിനെയും എടുത്ത് ഓടിയത്. ആ ചിത്രം നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും മായാതെ കിടപ്പുണ്ട്. അതേ ചെറുതോണിപ്പാലത്തിന് മുകളിലാണ് നാം ഇപ്പോൾ. പെരിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ച ചെറുതോണി അണക്കെട്ടും ചെറുതോണിപ്പാലവും 2018 പ്രളയത്തിൽ നമ്മൾ ഏവരെയും വലുതായി ഒന്ന് നടുക്കിയതാണ്. 26 വർഷങ്ങൾക്ക് ശേഷം ചെറുതോണി അണക്കെട്ട് തുറന്നപ്പോൾ അതും വെള്ളം ക്രമാതീതമായി വർദ്ധിക്കുകയും ഡാമിൻ്റെ 5 ഷട്ടറുകളും തുറക്കുകയും ചെയ്തപ്പോൾ നാം എല്ലാവരും ശ്വാസമടക്കി പിടിച്ച് TV-യിൽ ഉറ്റുനോക്കിയവരാണ്. എന്നാൽ പ്രളയത്തിന് ശേഷവും ചെറുതോണി അതീവ സുന്ദരിയാണ്. വികസനം വരുമെന്ന് വിളിച്ചോതുന്ന നേതാവിൻ്റെ ചിത്രങ്ങളും മണ്ണുമാന്തിയെടുത്ത് പുതുക്കി പണിയാനുള്ള മണ്ണുമാന്തി യന്ത്രവുമാണ് ഇപ്പോൾ പെരിയാർ നദിക്ക് കൂട്ട്. മുകളിൽ കാണുന്ന വീടിൻ്റെ ഭാഗവും പ്രളയക്കെടുതിയുടെ ബാക്കി പത്രം മാത്രം.
നടുക്കം മാറാത്ത ചില വലിയ ഉരുളൻ കല്ലുകളാണ് പെരിയാർ നദിയിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിറകിൽ കാണുന്നതാണ് ഇടുക്കി അണക്കെട്ട്. കുറവൻ മലയെയും കുറത്തി മലയെയും കൂട്ടിയിണക്കിയാണ് ഇടുക്കി ഡാം നിർമ്മിച്ചത്. ഏഷ്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ട് അഥവാ ആർച്ച് ഡാമും ഇടുക്കി അണക്കെട്ടാണ്. 1976 ഇടുക്കി അണക്കെട്ടിൻ്റെ പണി പൂർത്തിയായത്. വാഗമൺ ഇടുക്കി, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വിനോദസഞ്ചാര മലമ്പ്രദേശമാണ് വാഗമൺ. കോട്ടയം, ഇടുക്കി ജില്ലകളുടെ അതിർത്തിയിൽ ഈരാറ്റുപേട്ടയിൽ നിന്നും 28 കിലോമീറ്റർ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന വാഗമണ്ണിൻ്റെ പ്രകൃതി സൗന്ദര്യം പ്രശസ്തമാണ്. ലോകത്തിലെ സഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജിയോഗ്രഫിക് ട്രാവലർ ഉൾപ്പെടുത്തിയ 10 വിനോദ കേന്ദ്രങ്ങളിലൊന്നാണിത്. തേയിലത്തോട്ടങ്ങൾ, പുൽത്തകിടികൾ, മഞ്ഞ്, ഷോളമലകൾ എന്നിവ വാഗമണ്ണിൻ്റെ ചാരുതയ്ക്ക് മാറ്റുകൂട്ടുന്നു. മൊട്ടക്കുന്നുകളും അനന്തമായ പൈൻമരക്കാടുകളും വാഗമണ്ണിൻ്റെ മറ്റു പ്രത്യേകതകളാണ്. ഇവിടങ്ങളിലെ മലമ്പാതയിലൂടെയുള്ള യാത്ര അതീവ മനോഹരമാണ്. വാഗമൺ മലകളുടെ അടിവാരം തീക്കോയി വരെ നീണ്ടുകിടക്കുന്നു. തങ്ങൾമല, മുരുകൻമല, കുരിശുമല എന്നീ 3 മലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഇവ 3ഉം തീർത്ഥാടക പ്രാധാന്യമുള്ള സ്ഥലങ്ങളുമാണ്. ഒരു വശത്ത് അഗാധമായ കൊക്കയും മറുവശത്ത് കരിമ്പാറ അരിഞ്ഞിറങ്ങിയ കോടമഞ്ഞു മൂടിയ മലനിരകളും. ഈരാറ്റുപേട്ട പീരുമേട് ഹൈവേയിൽ വെള്ളിക്കുളം മുതൽ വഴിക്കടവ് വരെ 6 കിലോമീറ്റർ ദൂരം പാറക്കെട്ടുകളിൽ അരിഞ്ഞിറങ്ങിയ റോഡുകളിലൂടെ സഞ്ചരിച്ചാണ് വാഗമണ്ണിലെത്തുക. വാഗമണ്ണിലെ ഓഫ് റോഡ് ട്രെക്കിംഗ് വീഡിയോ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല. 3 നദികളുടെ ഒഴുക്കോ പൈൻമരക്കാടുകളോ തേയിലത്തോട്ടങ്ങളോ അല്ല. നിറയെ വിശേഷങ്ങൾ പറഞ്ഞാലും തീരാത്ത, കണ്ടാലും മതിവരാത്ത നിറയെ വിശേഷണങ്ങൾ ഇടുക്കിയുടെ പ്രൗഢി വിളിച്ചോതുന്നുണ്ട്. മറയൂർ ശർക്കരയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ മണിമുഴക്കി പോകണമെന്ന പ്രത്യേക അഭ്യർത്ഥനയുണ്ട്.